വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഡൽഹി തെരഞ്ഞെടുപ്പിനെക്കാട്ടിലും നമ്മൾ ഇന്ന് പ്രാധാന്യം കൊടുക്കുന്നത് വേറൊരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പാണ്. അത് ഉത്തർപ്രദേശിലെ അയോധ്യ ലോക്സഭാ മണ്ഡലത്തിലെ മിൽക്കിപൂർ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലമാണ്. ഈ നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വാർത്തകൾ ഒരുപക്ഷെ മലയാളം ന്യൂസ് ചാനൽസിന്റെ ഇടയിൽ സാറ്റലൈറ്റ് ആയാലും ഓൺലൈൻ ആയിരുന്നാലും ചെയ്തിരിക്കുന്നത് നമ്മൾ ന്യൂസിന്റെ മലയാളമായിരിക്കും. കാരണം ഈ മണ്ഡലം അത്രയ്ക്ക് പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ അയോധ്യ വളരെ അധികം ശ്രദ്ധാകേന്ദ്രമായിരുന്നു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നരേന്ദ്രമോദി അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വലിയ വിമർശനമുണ്ടായി. അത് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു. ഈ അയോധ്യയിൽ ബി.ജെ.പി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അയോധ്യയിൽ ആ സമയത്ത് ജയിച്ചത് എസ്.പിയുടെ അവധേഷ് പ്രസാദാണ്. അവധേഷ് പ്രസാദ് അവിടെ ജയിച്ച് അയോധ്യയിൽ നിന്നും പോയി. അതിനുശേഷം വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നു. ശ്രീരാമൻ അയോധ്യ വിട്ട് പോയിരിക്കുന്നു, ഗർഭഗൃഹത്തിനുള്ളിൽ ശ്രീരാമൻ ഇല്ല, ശ്രീരാമൻ പോലും നിങ്ങൾ ഈ കാണിക്കുന്ന ചെയ്തികൾ ഇഷ്ടപ്പെടുന്നില്ല, ശ്രീരാമൻ ഇത് ആഗ്രഹിക്കുന്നില്ല, പള്ളി പൊളിച്ച് അമ്പലം പണിതത് കൊണ്ട് ശ്രീരാമൻ കോപിഷ്ഠനായി രാജ്യം വിട്ടിരിക്കുന്നു. അങ്ങനെയുള്ള പല പല നെറേറ്റീവുകളും ഇവർ കൊണ്ടുവന്ന് എസ്.പി അടക്കം കൊണ്ടുവന്ന് ബി.ജെ.പിയെയും ആ രാമക്ഷേത്രത്തെയും അധിക്ഷേപിക്കാനുള്ള ശ്രമം അതിഭീകരമായിട്ട് നടത്തി. അതുകൊണ്ട് തന്നെ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ, അതായത് അയോധ്യക്കകത്തുള്ള ഈ മിൽക്കിപൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ അവധേഷ് പ്രസാദ് രാജിവെച്ച് അദ്ദേഹം അയോധ്യയിൽ മത്സരിച്ച് അവിടുന്ന് MP ആയി. അദ്ദേഹം പാർലമെന്റിൽ പോയ ശേഷം ഈ മിൽക്കിപൂരിൽ അജിത് പ്രസാദ്, അദ്ദേഹത്തിന്റെ മകൻ അജിത് പ്രസാദ് മത്സരിക്കാനെത്തി. ആ അജിത് പ്രസാദ് മത്സരിക്കാനെത്തിയപ്പോൾ എസ്.പിയുടെ കോട്ടയാണ്, മുസ്ലിങ്ങൾ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്, അവിടെ വിജയിക്കാൻ സാധിക്കില്ല ആർക്കും എന്നാണ് നമ്മുടെ അഖിലേഷ് യാദവ് പറഞ്ഞിരുന്നത്. എസ്.പിക്ക് മാത്രമേ അവിടെ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അഖിലേഷ് യാദവ് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ ഇന്ന് ബി.ജെ.പി വലിയ വിജയം നേടിയിരിക്കുകയാണ്. കാരണം ഇത് യോഗി ആദിത്യനാഥിന് ഒരു അഭിമാന പ്രശ്നമായിരുന്നു. യോഗി നേരിട്ടിറങ്ങി നേതൃത്വം കൊടുത്തു. ഒരു നിയമസഭാ മണ്ഡലത്തിന് വേണ്ടി മാത്രമാണ് യോഗി ആദിത്യനാഥ് ഇറങ്ങി ഓരോ വാർഡിലും ഓരോ മന്ത്രിമാരെ വെച്ച് നിയോഗിച്ച് ഈ കുംഭമേളയുടെ ഇടയിൽ യോഗി ആദിത്യനാഥ് അതിന് സമയം കണ്ട് ഈ ഒരു ഹെക്ടിക് ജോബായിട്ട് ഇതിനെ ഏറ്റെടുത്ത് യോഗി ആദിത്യനാഥ് വലിയ രീതിയിലുള്ള പ്രചരണം നടത്തി. ചന്ദ്രബാനു പാസ്വാൻ എന്ന് പറയുന്ന ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ഇന്ന് അവിടെ വിജയിച്ചിരിക്കുകയാണ്. അയോധ്യ ഒരുപക്ഷെ യോഗി തിരിച്ചു പിടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് അവിടെ നിന്ന് ജയിച്ചു പോയ MP-യുടെ മണ്ഡലത്തിൽ തന്നെ ബി.ജെ.പി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു എന്ന് സാരം. എന്തൊക്കെ അലയൊലികളാണ് ഇത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ? ഇത് ശരിക്കും പറഞ്ഞാല് ഒരു 2024 മുമ്പായിരുന്നെങ്കിൽ BJP ഒരിക്കലും ശ്രദ്ധിക്കാൻ പോലും അവര് ശ്രദ്ധിക്കാത്ത ഒരു മണ്ഡലമാണ് മിൽക്കിപൂർ എന്ന് പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പ് മിൽക്കിപൂർ കേട്ടിട്ടില്ല. മിൽക്കിപൂർ എന്തുകൊണ്ട് ശ്രദ്ധാകേന്ദ്രമായി എന്ന് വെച്ചാല് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അയോധ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അയോധ്യയിലെ ലോക്സഭാ മണ്ഡലത്തിൽ BJP തോറ്റു. അന്ന് വലിയ രീതിയിലുള്ള വ്യാപകമായ രീതിയിൽ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ശ്രീരാമനും BJP കൈവിട്ടു, ഹിന്ദുത്വം BJP കൈവിട്ടു, അയോധ്യ BJP കൈവിട്ടു എന്നൊക്കെയുള്ള ഉണ്ടായിരുന്നു. അപ്പൊ BJP സംബന്ധിച്ച് അതൊരു പ്രസ്റ്റീജിന്റെ മത്സരമായി മാറി. ഇത് നോർമലിലായിരുന്നുവെങ്കിൽ അത് 2022 2017 ഒന്നും ഈ മിൽക്കിപൂറിന് വലിയ പ്രാധാന്യമൊന്നും BJP കൊടുത്തിട്ടില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ BJPക്ക് കടന്നു കയറി ചെല്ലാൻ പറ്റാത്ത ഇടങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഈ കണ്ണൂരൊക്കെ ചില മണ്ഡലങ്ങൾ CPM-ന്റെ കുത്തകയാണ്. അവിടെ നമ്മൾ കോൺഗ്രസോ BJPയോ ആരും പോയിട്ട് അവിടെ ജയിക്കുമെന്ന് ഇലക്ഷൻ വലിയ രീതിയിൽ പ്രവർത്തിക്കുകയൊന്നും ചെയ്യില്ല. കാരണം അവിടെ ജയിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു മണ്ഡലമായിരുന്നു ഈ മിൽക്കിപൂർ. അവിടെ നിന്ന് തിരിച്ചു പിടിച്ച് BJPക്ക് മതിയാകുകയുള്ളായിരുന്നു. കാരണം അവര് വലിയ രീതിയിൽ തന്നെയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളും മറ്റുമൊക്കെ നടത്തിയിരുന്നത്. അപ്പോ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ തോറ്റു എന്ന് പറയുമ്പോൾ അത് അവരെ സംബന്ധിച്ച് വലിയ ഒരു അപമാനമായിട്ട് മാറുകയായിരുന്നു ആ ഒരു തോൽവി എന്ന് പറഞ്ഞു. അപ്പൊ ആ തട്ടകത്തിൽ തന്നെ മറുപടി കൊടുക്കുക. ഈ അയോധ്യ BJP കൈവിട്ടു എന്ന് പറയുന്നിടത്ത് തന്നെ അയോധ്യ BJP തിരിച്ചു പിടിച്ചു, ഇല്ലെങ്കിൽ അയോധ്യ BJP സ്വീകരിച്ചു എന്ന് പറയുന്ന തരത്തിലേക്ക് മാറ്റാനുള്ള ശ്രമമായിരുന്നു. നമുക്കറിയാം 10 ബൈ ഇലക്ഷൻസ് ആയിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്തിന്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പോയത് ഉത്തർപ്രദേശാണ്. കാരണം BJPക്ക് 80 സീറ്റുള്ള ലോക്സഭയിൽ BJPയുടെ സീറ്റ് നില പകുതി കണ്ട് താന്നുപോയി അവർ കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ. അത് ഒരു വലിയ ക്ഷീണമായിരുന്നു. എനിക്ക് തോന്നുന്നു RSSന്റെ തലവൻ മോഹൻ ഭാഗവത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ 2 ദിവസത്തിന് ശേഷം ആദ്യമായിട്ട് പോയ ഒരു സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അവിടെ മധുരയിൽ ഒരു ബൈഠക്ക് ഉണ്ടായിരുന്നു. ആ ബൈഠക്കിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പോയതെന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം പോയത് ഉടനടി RSSന് അവിടെ ഇടപെടേണ്ടതായ ആവശ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. കാരണം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അവിടെ ചില വിഷയങ്ങൾ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവിടെ പറഞ്ഞു കേൾക്കുന്ന വിവരം അനുസരിച്ചിട്ട് ഈ RSSന്റെ ചില ആളുകളുടെ അല്ലെങ്കിൽ സംഘപരിവാരം മുമ്പോട്ട് വെച്ച ചില ആളുകളുടെ ലിസ്റ്റ് കേന്ദ്ര നേതൃത്വം BJPയുടെ വെട്ടി. അതുപോലെ തന്നെ യോഗി പറഞ്ഞവരുടെ പേരുകൾ വെട്ടി.
കേന്ദ്ര നേതൃത്വത്തിന്റെ മാത്രം സ്ഥാനാർത്ഥികളായിരുന്നു ഇവർ മത്സരിച്ചത്, അവരെല്ലാം തോറ്റുപോവുകയും ചെയ്തു എന്നുള്ളതായിരുന്നു പുറത്തു വന്നൊരു വാർത്ത. അത് ചിലപ്പോൾ ഒരുപക്ഷെ ശരിയാണോ അല്ലയോ എന്നറിയില്ല. ഏതായാലും അതിന് തൊട്ടു പിന്നാലെ തന്നെ BL സന്തോഷ്, RSSന്റെ മുതിർന്ന പ്രചാരകൻ, BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി, അദ്ദേഹം പോകുന്നു, ഉത്തർപ്രദേശിലേക്ക് പോകുന്നു. ഒരാഴ്ചയോ 4 ദിവസമോ മറ്റോ ലക്നൌവിൽ മാത്രം ഉം. തങ്ങുന്നു. അവിടെ അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ താഴെ തട്ടിലുള്ള നേതാക്കളുണ്ട്, അവരുടെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ മുകളോട്ടുള്ളവർ, പഞ്ചായത്ത് പ്രസിഡന്റ്, ഉം. മണ്ഡലം പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്, ഇങ്ങനെയുള്ളവരെ, ആ ഒരു ഏരിയയിലുള്ളവരെ, ലക്നൌവിൽ മാത്രമല്ല ആ ഒരു ഏരിയയിലുള്ളവരെ മുഴുവൻ വിളിപ്പിക്കുന്നു. വിളിപ്പിച്ചതിന് ശേഷം ഇദ്ദേഹം മുഴുവൻ കാര്യങ്ങളും ഇവരിൽ നിന്ന് കേൾക്കുന്നു, എന്താണ് ഇവിടെ ഉം. സംഭവിച്ചത്. അപ്പോ അത് പലരും പറയുന്നുണ്ട്, പാർട്ടിയുടെ നേതാക്കൾ തങ്ങളുമായി ബന്ധമില്ല, അവർ തങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല, ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു ആവേശമില്ല, പിന്നെ ഞങ്ങൾക്ക് അറിയാത്ത സ്ഥാനാർത്ഥിയെ, ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലാത്ത സ്ഥാനാർത്ഥികളെ കൊണ്ട് ഞങ്ങൾ തലക്ക് ഏൽപ്പിച്ചു തരുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അത് അന്നത്തെ ആ വാർത്തയിൽ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത്, ഈ RSSന്റെ ഈ പോയ പ്രചാരകൻ BL സന്തോഷ് എന്ന് പറയുന്ന അദ്ദേഹം ഒരക്ഷരം പോലും ഇവർക്ക് മറുപടി അല്ല കൊടുത്തത്, ഇവരിൽ നിന്നൊരു റിപ്പോർട്ട് ശേഖരണമാണ് നടത്തി. ഇവർക്ക് പറയാനുള്ളത് എന്തും പറയാം. അപ്പൊ അദ്ദേഹം ഉം. തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്. ഇതുപോലെ തന്നെ RSSന്റെ മറ്റു പ്രചാരകന്മാർ UPയുടെ പല ഭാഗത്ത് പോയിട്ട് ഇവർ കംപ്ലീറ്റ് BJPയുടെ ലീഡേഴ്സിനെ, താഴെത്തട്ടിലുള്ള ലീഡേഴ്സിനെ ഉൾപ്പെടെ ഉള്ളവരെ വിളിച്ച് പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്തു. ചർച്ച ചെയ്തത് ദ്രുതഗതിയിലുള്ള നീക്കമായിരുന്നു. അവിടെ യോഗിക്ക് എതിരെ ഒരു വലിയ വാള് ഒരുപക്ഷെ ഉയരുമായിരുന്നു. കാരണം വലിയൊരു വിഭാഗം യോഗിക്കെതിരെ തിരിഞ്ഞു. നമ്മുടെ കേശവ പ്രസാദ് മൗര്യയെ പോലുള്ള അവിടെ ഉപമുഖ്യമന്ത്രി ആയിട്ടുള്ളവരൊക്കെ യോഗിക്കെതിരെ തിരിയുന്നു. അങ്ങനെ വലിയ വിഷയങ്ങളാകുന്നു. പക്ഷെ RSS വളരെ ശക്തമായി തന്നെ യോഗിക്കൊപ്പം നിലകൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ ഒരു യോഗിയുടെ തുണയായി വന്നത്. അവിടെ കേന്ദ്ര നേതൃത്വം ഒരു തീരുമാനമെടുക്കുന്നു, ഇനി നിങ്ങൾ ആരും പരസ്യമായി സംസാരിക്കാൻ പാടില്ല. അതുവരെ ചേരിപ്പോര് പരസ്യമായി പത്രങ്ങളിൽ ചേരിപ്പോര് തുടങ്ങുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ കേന്ദ്ര നേതൃത്വം പറഞ്ഞു, നിങ്ങൾ ഇനി ഇതിൽ രണ്ടു കൂട്ടരും ആത്മസംയമനം പാലിക്കണം, ഇനി നിങ്ങൾ മിണ്ടരുത് എന്ന് പറയുന്നു. അതിനുശേഷമായിരുന്നു 10 ഈ പറയുന്ന നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. ഇത് RSSനെ സംബന്ധിച്ച് അവർക്കൊരു പ്രസ്റ്റീജ് വിഷയമായിരുന്നു, യോഗിയെ സംബന്ധിച്ച് ഒരു പ്രസ്റ്റീജ് വിഷയമായിരുന്നു. കാരണം തങ്ങൾ പറഞ്ഞ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ തങ്ങളുടെ അനുഭാവികളെയും ഒക്കെ വെട്ടി നിർത്തിക്കൊണ്ടായിരുന്നു ലോക്സഭയിൽ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയത്. അതായിരുന്നു പരാജയ കാരണം എന്ന് പറയുമ്പോൾ അത് പ്രൂവ് ചെയ്യിക്കേണ്ടത് എങ്ങനെയാണ്? ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഞങ്ങൾ നേരിട്ട് എത്തുകയും ഞങ്ങൾ കളത്തിലിറങ്ങുകയും ചെയ്താൽ ജയിക്കും എന്നത് കാണിക്കണ്ടേ? സ്വാഭാവികമായിട്ട് പറയുന്നത്, ഞങ്ങൾ അന്ന് പറഞ്ഞില്ല ഞങ്ങളുടെ ആൾക്കാരെ ജയിച്ചില്ലെങ്കിൽ ഞങ്ങൾ തന്നവരായിരുന്നു, ഇത് വേറെ പുറത്തുനിന്നുള്ളവർ വന്നുകൊണ്ടാണ് തോറ്റതെന്ന് പറയുമ്പോൾ ശരി, നിങ്ങളൊന്ന് ജയിച്ച് കാണിക്കുന്നവരെ ജയിച്ച് കാണിക്കണ്ടേ? അങ്ങനെയാണ് ഈ 10 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. 10 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൽ BJPക്ക് ശരിക്കുള്ളത് 3 സിറ്റിംഗ് സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ശരിക്കും അവർക്ക് കിട്ടേണ്ട സീറ്റ് 3 ഒന്ന് അവരുടെ സഖ്യകക്ഷി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്ന RLD, ജാട്ടുകളുടെ പാർട്ടിയായ RLD ആണ് ഒന്ന് ജയിച്ചിരുന്നത്. മറ്റൊന്ന് ജയിച്ചത് അപ്നാദൾ ആയിരുന്നു. അപ്പോൾ BJPക്കുള്ളത് 3 സീറ്റായിരുന്നു ഈ 10. അങ്ങനെ ആദ്യഘട്ടത്തിൽ 9 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആ 9-ൽ 7 BJP നേടി. അതിനുശേഷം പിന്നെ എല്ലാ ശ്രദ്ധയും പോയി മിൽക്കിപൂരാണ്. മിൽക്കിപൂർ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജയിക്കാൻ യാതൊരു സാധ്യതയും BJPക്ക് ഇല്ല. കാരണം അവിടെ സമാജ്വാദി പാർട്ടിയുടെ കോട്ടയാണ്, BSPയുടെ കോട്ടയാണ്, മുസ്ലിം ഡൊമിനൻ ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. മുസ്ലിം വോട്ടുകളാണ് അവിടെ ഒരു 60-65% ഉള്ളത്. BJPക്ക് ഒരു ബാക്കിയുള്ള ബാലികേറാ മലയാണോ വോട്ടുകളൊക്കെ മിൽക്കിപൂർ? ബാലികേറ മല തന്നെയാണ് അവിടെ. അവിടെ ഈ OBC വോട്ടുകളാണെങ്കിൽ പോലും BJPയിലേക്ക് എത്തുക പ്രയാസകരമാണ്. അത് പരമ്പരാഗതമായി സമാജ്വാദി പാർട്ടിക്ക് പൊയ്ക്കൊണ്ടിരുന്ന വോട്ടുകളാണ് അവിടെ. അപ്പം അവിടെ കയറാൻ പറ്റാത്ത ഒരു ഭാഗമായിരുന്നു. അവിടെയാണ് യോഗി ആദിത്യനാഥ് അതൊരു പ്രസ്റ്റീജ് മത്സരമാക്കി എടുക്കുകയും അത് തിരിച്ചു പിടിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം യോഗി പിന്നെ UP ഭരിക്കുമ്പോൾ അയോധ്യയിൽ മറ്റൊരു പാർട്ടി അല്ല അവിടെ ജയിക്കേണ്ടത് എന്നൊരു ബോധ്യം ഉള്ളത് കൊണ്ടും, പിന്നെ ഈ യോഗിയുടെ ഒരു ഇമേജ് നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കുറഞ്ഞ പക്ഷം സംഘപരിവാർ അനുകൂലികളുടെ ഇടയിലെങ്കിലും ഒരു ഹിന്ദുത്വ ആശയത്തിന്റെ വക്താവ് അല്ലെങ്കിൽ ഹിന്ദുത്വത്തിന്റെ ഒരു പ്രതീകം എന്നായിട്ടാണ് യോഗിയെ കാണുന്നത്. അപ്പൊ യോഗിയെ സംബന്ധിച്ച് അത് തിരിച്ചു പിടിക്കേണ്ട അനിവാര്യമാണ്. രണ്ടു തരത്തിൽ, പൊളിറ്റിക്കലി പുള്ളിയുടെ വ്യക്തിപരമായും അത് തിരിച്ചു പിടിക്കേണ്ട അനിവാര്യമാണ്, പിന്നെ പൊതുവിൽ പാർട്ടിക്കും അതൊരു അനിവാര്യമാണ്. അവിടെ ആ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ഈ മിൽക്കിപൂർ അനിവാര്യമായിരുന്നു. അതിനായിട്ട് അദ്ദേഹം ചെയ്തത് മന്ത്രിമാരെ, അദ്ദേഹത്തിന് മന്ത്രിസഭയിലുള്ള സകലമാന മന്ത്രിമാരെ അവിടെ വിടുകയും കേശവ പ്രസാദ് മൗര്യ അടക്കം, അദ്ദേഹത്തിന് ശത്രുപക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നത് കേശവ പ്രസാദ് മൗര്യ അടക്കമുള്ളവർക്ക് ചാർജ് കൊടുത്തു. അദ്ദേഹം ചെയ്തത് ഒരു കാര്യം, കേശവ പ്രസാദ് മൗര്യക്ക് ആണ് ഈ മിൽക്കിപൂറിന്റെ ചാർജ് കൊടുത്തത്. ചാർജ് കൊടുത്തതിന് ശേഷമാണ് അതിന് താഴെ മന്ത്രിമാരെ വിടുന്നു. അവർക്ക് 2-3 മാസക്കാലം അവർ നിരന്തരം ഈ മന്ത്രിമാർ അവിടെ പോകുന്നു. യോഗി തന്നെ 2-3 ആഴ്ച അവിടെ തങ്ങിക്കൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും പോകുന്നു, എല്ലാ വാർഡുകളിലും പോകുന്നു, ഒരു രീതിയിലേക്ക് പോകുന്നു. RSS കൈ മെയ് മറന്ന് അതിന്റെ പിന്നിൽ യോഗിക്ക് പിന്നിൽ അണിനിരന്നു മുമ്പോട്ട് ഒരു പോക്ക് പോവുകയായിരുന്നു. ആ ഒരു പോക്കാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വിജയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു വിഷയമുണ്ട്. ചെറിയ വിജയമല്ല ഉണ്ടായിരിക്കുന്നത്. 55,000 പരം വോട്ടുകൾക്കാണ് അവിടെ BJP ജയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതൊരു അത്ഭുതം തന്നെയാണ്. അതിനിപ്പം
ഈ രണ്ടു കൂട്ടരും പറയുന്ന ഒരു കാരണം തന്നെയാണ്. സമാജ്വാദി പാർട്ടി പറയുന്നത് BJP ഗുണ്ടായുസോ അക്രമമൊക്കെ കാണിച്ചിട്ട് ആണ് ജയിച്ചതെന്ന് പറയുന്നു. പിന്നെ ഈ BJP-ക്കാർ പറയുന്നത് സമാജ്വാദി പാർട്ടിയുടെ ഗുണ്ടായുസം കൊണ്ട് അവിടെ കയറാൻ പോലും പറ്റത്തില്ല, എന്നിട്ടും ഞങ്ങൾ ജയിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും അവിടെ ഒരു ഉം, കാര്യം ഉം. ഉറപ്പാണ്, ഗുണ്ടായുസം നടക്കുന്ന ഒരു ഏരിയ ആണെന്ന് രണ്ടുപേരും പറയുന്നുണ്ട്. ഏതായാലും അവിടെ BJP ജയിച്ചത് ഒരു വലിയ, കാരണം നാഷണൽ ലെവലില് ഇപ്പോൾ നരേന്ദ്രമോദിക്ക് ദില്ലി തെരഞ്ഞെടുപ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഉത്തർപ്രദേശിൽ നടക്കുന്ന ഈ ഒരു ചെറിയ നിയമസഭാ മണ്ഡലത്തിന്റെ മോദിക്ക് മിൽക്കിപൂരിലെ ശേഷം ഉപതെരഞ്ഞെടുപ്പ് യോഗി യോഗിയെയും ബാധിക്കും. എന്നുള്ള ഒരു നെറേറ്റീവ് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഈ മിൽക്കിപൂർ യോഗി വിജയിച്ചതോടുകൂടി? അത്ര സ്വാധീനമുള്ള ഒരു മണ്ഡലമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, സ്വാധീനത്തെ ധനുഷ അത് മാത്രമല്ല. കാരണം ഈ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം നേരിട്ടു. ആ പരാജയത്തിന് കാരണം ഉം, എന്താണെന്നുള്ളത് BJP-ക്കാർക്കും അറിയാം, സംഘപരിവാറിനും അറിയാം, എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് UP-യിൽ BJP-ക്ക് അത്രയും സീറ്റുകൾ കുറഞ്ഞു പോയതെന്നുള്ളത്. ഉം, അതിന്റെ പാപഭാരം മുഴുവൻ നേരിട്ട് അല്ലെങ്കിൽ പോലും നേരിട്ട് തന്നെ അത് യോഗിയുടെ തലയ്ക്ക് വെച്ച് കെട്ടാൻ വലിയ ശ്രമം നടന്നിരുന്നു. അപ്പൊ യോഗിയെ സംബന്ധിച്ചായാലും യോഗിയുടെ പിന്നിൽ ഇപ്പോൾ അണിനിരന്നിരിക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് RSS-നാണെങ്കിലും അത് അങ്ങനെയല്ല ഉം, സംഭവിച്ചത് എന്നുള്ളത് പ്രൂവ് ചെയ്യിക്കുക അവരുടെ ഒരു കടമയാണ്. അത് മാത്രമല്ല, ഞങ്ങൾ കട്ടയ്ക്ക് ഇറങ്ങിയാൽ ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അതിനപ്പുറം കാര്യങ്ങൾ നടക്കും എന്ന് തെളിയിച്ചു കൊടുക്കേണ്ട ഉം, ആവശ്യം ഉണ്ടായിരുന്നു. ഉം, നമുക്കറിയാം JP നദ്ദയുടെ ഒക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് RSS-ന്റെ സഹായം ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അവരുടെ സഹായം സ്വീകരിക്കാറില്ല എന്നൊക്കെ JP നദ്ദ പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെയാണ് യോഗി. അതെ. പക്ഷെ യോഗി തുടക്കം മുതൽ തന്നെ സൈലന്റ് ആയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു പ്രസ്താവനയ്ക്കും പോയില്ല, അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ഇരുന്ന് വേദിയിൽ പോലും ഈ പറയുന്ന കേശവ പ്രസാദ് മൗര്യ യോഗിയെ കുത്തി നോവിച്ചുകൊണ്ടുള്ള ആ, ഉം, വാക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് ഇൻഡയറക്റ്റ് ഉം, ആയിട്ട് യോഗിയെ എതിരെ പറയുന്ന കാര്യങ്ങളാണ്. ഉം, യോഗിക്കെതിരെ ഒരുപാട് ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. സ്വന്തക്കാരെ മാത്രം ഉദ്യോഗസ്ഥന്മാരാക്കും, അവരുടെ ഒരു ദുർഭരണമാണ് നടക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉം. പറയുന്നു. അതുപോലെ അതെ, അതെ. കേശവ പ്രസാദ് മൗര്യയുടെ ഒക്കെ ഒപ്പം നിൽക്കുന്ന MLA-മാരൊന്നും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. അങ്ങനത്തെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് പോയത്. പക്ഷെ അവിടെ യോഗിയുടെ പിന്നിൽ RSS ഉറച്ചു നിന്നു എന്ന് മാത്രമല്ല, അന്ന് ഒരു ഉറച്ച തീരുമാനവും BJP എടുത്തു, ഇല്ലെങ്കിൽ RSS എടുപ്പിച്ചു എന്ന് വേണം പറയാൻ. അതായത് പോകുന്നവരെല്ലാം പൊക്കോട്ടെ, ഇടഞ്ഞു നിൽക്കുന്നവരെല്ലാം പൊക്കോട്ടെ, അതിനകത്ത് വിഷയമേ അല്ല ഉം, എന്നൊരു ഉറച്ച സ്റ്റാൻഡ് എടുത്തു. നമ്മളിത് കണ്ടതാണ്. ഹരിയാന തെരഞ്ഞെടുപ്പിലും RSS അവസാന നിമിഷം എടുത്ത ഒരു സ്റ്റാൻഡ് കണ്ടതാണ്. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 ദിവസം ഉള്ളപ്പോഴാണ് BJP-യുടെ തലമുതിർന്ന കുറെ 6-7 നേതാക്കളെ, അതിൽ MLA-മാരുണ്ട്, പഴയ MP-മാരുണ്ട്, തലമുതിർന്ന നേതാക്കൾ 6 തൂക്കിയെറിഞ്ഞു. ലോകത്ത് ഒരു പാർട്ടി അത് ചെയ്യില്ല. ഇലക്ഷൻ പഴിവാതിൽ മറ്റന്നാൾ ഇലക്ഷൻ ആണെങ്കിൽ ഇന്ന് നമ്മുടെ പാർട്ടിയിലെ പ്രമുഖ നേതാക്കളെ പുറത്താക്കാൻ ഒരു പാർട്ടിയും ചങ്കൂറ്റം കാണിക്കില്ല. പക്ഷെ അത് BJP ഹരിയാന ചെയ്തിരുന്നു. RSS പറഞ്ഞത് അവരെ ഉം, അത്രയും പേരെ എടുത്ത് കളയൂ, കാരണം അവരാണ് ഇവിടുത്തെ ഗ്രൂപ്പുകാര്, അവരാണ് ഈ അലമ്പ് ഉം, മുഴുവൻ ഉം, ഉം, ഉണ്ടാക്കുന്നത്. അവരെ വെച്ചോണ്ട് ഇനി മുമ്പോട്ട് പോകണ്ട, എടുത്ത് കളഞ്ഞു വെക്കൂ. അവരാണ് ഈ പരസ്യ പ്രസ്താവനകളും മറ്റും നടത്തുന്നത്, അവരെ എടുത്തു കളഞ്ഞു. അതിന് സമാനമായ ഒരു വാണിംഗ് UP കൊടുത്തു. ആരെങ്കിലും ഉം, വന്നാൽ എടുത്ത് കളഞ്ഞു വെക്കൂ, ഇനി നമുക്ക് അവരെയും കൊണ്ട് പോകണ്ട, കാരണം നമുക്കിപ്പോ എന്തായാലും കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞു. ഏതാ പരാജയം എന്തായാലും വന്നു, ഇനി ക്ലിയർ ചെയ്ത് ഉം, മുമ്പോട്ട് പോകാമെന്നത്. അതിലാണ് ഈ കേശവ പ്രസാദ് മൗര്യ ഉൾപ്പെടെയുള്ളവർ ഒതുങ്ങിപ്പോയത്. ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മുമ്പോട്ട് പോകാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എന്നൊരു സ്റ്റാൻഡ് എടുക്കുകയും ആ സംഘപരിവാർ, അത് RSS ഒരു ഉറച്ച സ്റ്റാൻഡ് എടുത്തു, ഞങ്ങൾ യോഗിക്ക് പിന്നിലാണ്, ഞങ്ങൾ യോഗിക്ക് പിന്നിൽ അടിയുറച്ച് തന്നെ നിൽക്കുന്നു എന്നൊരു നിലപാടും കൂടി എടുത്തോടു കൂടിയാണ് BJP ഉൾപ്പെടെ, ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു തിരിച്ചടി BJP കേന്ദ്ര നേതൃത്വത്തിന് വല്ലാതെ പ്രതിസന്ധിയിലാക്കിയ ഒരു തിരിച്ചടി തന്നെയായിരുന്നു. അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ RSS സംഘപരിവാറിനെ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പിന്നെ വന്നു. ഹരിയാന തെരഞ്ഞെടുപ്പ് അവർ കളത്തിറങ്ങി, അവർ ജയിച്ചു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ പരസ്യമായിട്ട് തന്നെ RSS പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്തവണ ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ഞങ്ങളാണ്, ഞങ്ങൾ കാണിച്ചു അതെ, തരാം അതെ, അതെ. എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം പോകുന്നതെന്ന്. അവരത് ജയിച്ചു. യെസ്. അതുകൂടാതെ ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ RSS പറഞ്ഞിരുന്നു ഞങ്ങളാണ് പ്രചരണത്തിന് പോകുന്നത് എന്ന് അവർ മുൻകൂർ പറഞ്ഞുകൊണ്ടാണ് അവർ പ്രചരണത്തിന് ഇറങ്ങിയത്. ഉം, അപ്പൊ ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് അവിടെയാണ്. ഇവിടെ യോഗി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയില് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കിടയിലായാലും അല്ലെങ്കിൽ BJP അനുഭാവികൾക്കിടയിലായാലും ഒക്കെ ഒരു തിളക്കമുള്ള താരമായി മാറിയിരിക്കുന്നു. അതിലൊന്ന് കുംഭമേളയാണ്, മറ്റൊന്ന് ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വെറും 3 സിറ്റിംഗ് സീറ്റ് ഉണ്ടായിടത്താണ് ഉം, ഇപ്പോൾ അത് 8 ഉയർന്നിരിക്കുന്നത് എന്ന ഒരു കാര്യം. അതിൽ തന്നെ മിൽക്കിപൂർ, അയോധ്യയുടെ ക്ഷേത്രഭൂ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രഭൂമിയായ മിൽക്കിപൂർ, അയോധ്യ മിൽക്കിപൂർ എന്നാണ് അത് ഉം, ഉം, അറിയപ്പെടുന്നത്. ആ മിൽക്കിപൂർ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു, തിരിച്ചു പിടിക്കാനല്ല പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് കറക്റ്റ്. ആ വാക്കതാണ്, അയോധ്യ പിടിച്ചെടുത്തു എന്ന് തന്നെയാണ് അത് പറയേണ്ടത്, ഉം, തിരിച്ചു പിടിക്കൂ എന്നല്ലല്ലോ. വേണമെങ്കിൽ നമുക്ക് ആ ലോക്സഭയുടെ വെച്ചിട്ട് നമുക്ക് തിരിച്ചു പിടിച്ചു എന്ന് പറയാം. പക്ഷെ ഇതെന്തായാലും യോഗിക്ക് സംബന്ധിക്കുന്ന ഒരു മൈലേജ് ഭയങ്കരമായിരിക്കും. ഈ കുംഭമേളയോടെ കഴിയുമ്പോൾ ഇനി അടുത്ത ഒരു കണക്ക് പുറത്തു വരാൻ ഉണ്ടാകും മിക്കവാറും. ഈ കുംഭമേളയുടെ ഇൻകം അത് പുറത്തു വരാനുണ്ടാകും. അതെ. ഇപ്പോഴത്തെ ഒരു ആൾത്തിരക്കൊക്കെ വെച്ചിട്ട് ഒരുപക്ഷെ 2 ലക്ഷം കോടിക്ക് ഉം, ഉം, അടുത്തൊക്കെയാണ് ഇൻകവും. പിന്നെ ഉം, അതോടൊപ്പം തന്നെ ഇത്തവണ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നത്, ചില മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തവണ കുംഭമേളയ്ക്ക് അനവധി ഈ ഫോറിൻ കമ്പനികളുടെ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. അവര് ഈ ഇതിന്റെ ഒരുപാട്, അതായത് നമ്മളെ രാജ്യത്തെ കമ്പനികൾ പ്രവർത്തിക്കുന്നില്ല, പകരം ആ കമ്പനികളുടെ ഒക്കെ ഒരു പ്രചരണാർത്ഥം അവരും വന്നിട്ടുണ്ടായിരുന്നു.
ഒരുപക്ഷെ ഈ കുംഭമേള കഴിയുമ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിന് കോടികളുടെ ലാഭം മാത്രമല്ല, ഒരുപക്ഷെ അവർ 1.5 ലക്ഷമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും അതിലും മേളിൽ ലാഭം കിട്ടുമെന്ന് മാത്രമല്ല, കുറെ ഇന്റർനാഷണൽ ബ്രാൻഡുകൾ യു പിയിലേക്ക് വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അതിനോടൊപ്പം തന്നെ ഈ തിളക്കമാർന്ന വിജയം, ഇപ്പോൾ പൊളിറ്റിക്കലി യോഗിയെ സംബന്ധിച്ച് അയാൾ ഒരു സ്ട്രോങ് മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഏത് പ്രതിസന്ധിയിലും പാർട്ടിയെ ജയിപ്പിക്കാൻ കഴിയുമെന്നൊരു ഇമേജ് വന്നിരിക്കുന്നു. പൊളിറ്റിക്കലി യോഗി സ്ട്രോങ് ആയി അതായത് എതിരാളികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് യോഗി നിന്നു. ഇനി പൊളിറ്റിക്കലിനപ്പുറത്തേക്ക് മൊത്തത്തിലുള്ള രാഷ്ട്രീയം നോക്കുമ്പോൾ അവിടെ ഹിന്ദുത്വ ആശയം പേറുന്നവർക്ക് വലിയൊരു ആവേശമായി യോഗി വീണ്ടും മാറുന്നു എന്നുള്ളതാണ്. ഇടക്കാലത്ത് മോദി യോഗിയൊക്കെ ഒരു അല്പം ഡൗൺ ആയിരുന്നെങ്കിൽ വീണ്ടും അത് കത്തി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും യോഗി ആദിത്യനാഥിന്റെ മൈലേജ് കൂടിയിട്ടുണ്ട്. ഇന്ന് ഡൽഹിയെക്കാട്ടിലും വലിയ വാർത്ത അത് തന്നെയാണ്. യോഗി ആദിത്യനാഥ് ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് ശേഷം ആര് എന്ന രീതിയിൽ യോഗി ഞാനാണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്ന് മിൽക്കിപ്പൂരിൽ നടന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും 2 തെരഞ്ഞെടുപ്പുകൾ, റിസൾട്ടുകൾ, ഒന്ന് ഡൽഹി, അവിടെയും BJPക്ക് മിന്നുന്ന വിജയം. 2 മിൽക്കിപ്പൂർ അയോധ്യ, അവിടെയും യോഗി ആദിത്യനാഥിന് വമ്പൻ വിജയം. താങ്ക് യു വിജയ, താങ്ക് യു സോ മച്ച്.